എല്ലാവർക്കും വന്ദനം. നമ്മൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലോട്ട് വരികയാണ്. ഈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു സാധനമൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് യേശു പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്, എന്ത് തിന്നുമെന്ന് ഓർത്ത് വിചാരപ്പെടരുത്, എന്ത് ഉടുക്കുമെന്ന് ഓർത്ത് വിചാരപ്പെടരുത്, എന്ത് കുടിക്കുമെന്ന് ഓർത്ത് വിചാരപ്പെടരുത്. കാരണം ഈ കാര്യങ്ങളൊന്നും വിചാരപ്പെടേണ്ട. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം എല്ലാം കരുതി വെച്ചിടും. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഇന്ന് വരെയും ദൈവം നമ്മെ നടത്തിയത്. ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വെയിലും മഴയും കൊടുക്കുന്നെന്ന്. ദുഷ്ടന്മാരാരാ ദൈവത്തെ വിളിക്കുന്നത്? എന്നിട്ടും ദൈവം കൊടുക്കുകയല്ലേ. സകല ജീവികൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. കാക്കക്കുഞ്ഞിന് കൊടുക്കേണ്ടത് കാക്കക്കുഞ്ഞിന്, കഴുകന് കൊടുക്കേണ്ടത് കഴുകന്, സിംഹത്തിന് കൊടുക്കേണ്ടത് സിംഹത്തിന്. ഇത് മാറ്റിക്കൊടുത്താൽ മൂന്നും തട്ടിപ്പോവും. ഓരോന്നിനും അതതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ദൈവം. ദൈവത്തിൽ ആശ്രയിക്കണം. പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പോൾ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ്. അത് നമുക്ക് അസുഖങ്ങൾ കൊണ്ടുവരും. BP, കൊളസ്ട്രോൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്ന ഒരു സാധനമാണിത്. ഇതിനെ നമുക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. ചിരി നല്ലൊരു ഔഷധമാണ്. ചിരിക്കുന്ന ഒരു അന്തരീക്ഷം എപ്പോഴും നാം ഉണ്ടാക്കിയെടുക്കണം. ചിരിക്കണം. ഓരോ കാര്യങ്ങൾ വായിച്ചും തമ്മിൽ സംസാരിച്ചും ചിരിക്കണം. എന്നാൽ കാരണം കൂടാതെ ചിരിക്കുന്ന ആൾക്ക് മരുന്ന് കൊടുക്കേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ചിരിക്കൊരു റീസൺ വേണം, ഒരു കാരണം വേണം. കാരണമില്ലാത്ത ചിരി മരുന്നിൻ്റെ സഹായത്താലേ മാറും. അപ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കണം. ദൈവം അബ്രഹാമിന് ചിരി ഉണ്ടാക്കിയെന്നാണ്. കാരണം വർഷങ്ങളായിട്ട് ആ വീട്ടിൽ ഒന്ന് ഉറക്കെ ചിരിക്കാൻ കഴിയാൻ നിവൃത്തിയില്ല. എന്നാൽ ഇസഹാക്ക് ജനിച്ചപ്പോൾ ആ വീട്ടിലെ ചിരി കേട്ട് ബാക്കി കൂടാരങ്ങളിലുള്ളവരും ആനന്ദിക്കാനിടയായി. ഒരു വ്യത്യസ്തമായ ചിരി ദൈവം നമുക്കുണ്ടാക്കി തരും. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം.
അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 36-37 കഴിഞ്ഞ ദിവസം നമ്മളൊന്നുകൂടി വായിച്ചു. 37-ാം വാക്യം, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ ഇവൻ തന്നെ. അപ്പം മോശയുടെ ചരിത്രമാണ് സ്തെഫാനോസ് ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിൽ 40 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. മിസ്രൈമിലും ചെങ്കടലിലും മരുഭൂമിയിലും. എന്നാൽ വാസ്തവത്തിൽ 36-ാം വാക്യത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. വാസ്തവത്തിൽ മോശ 120-ാമത്തെ വയസ്സിൽ മരിക്കേണ്ടവനാണോ? അല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ജനത്തെ കനാനിൽ കൊണ്ടുപോയി അവിടെ യുദ്ധങ്ങളെല്ലാം ജയിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട വ്യക്തിയായിരുന്നു മോശ. അതിനുശേഷം യോശുവയെ അത് ഏൽപ്പിച്ച് അങ്ങനൊരു ചരിത്രം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ മോശ എവിടെയൊക്കെയോ താളം തെറ്റിയതുകൊണ്ട് 120-ാമത്തെ വയസ്സിൽ കാര്യങ്ങൾ തീർന്നു എന്നാണ് മോശയുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മോശയുടെ ആഗ്രഹമായിരുന്നു കനാനിൽ കൊണ്ടുപോകണമെന്ന്. ദൈവം അത് പറഞ്ഞതുമാണ്. ഈ ജനത്തെ നീ
പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോകണം. അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ മിസ്രൈമിലും ചെങ്കടലിലും മരുഭൂമിയിലും 40 വർഷം അത്ഭുതമൊക്കെ ചെയ്ത് അവരെ നടത്തി. അതോടുകൂടി ദൈവം അവനെ ഇറങ്ങി വന്ന് മരുഭൂമിയിൽ അടക്കി. അതോടുകൂടി എല്ലാം അവസാനിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. യോശുവ എഴുന്നേറ്റു. ദൈവത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ദൈവം അടുത്തയാളെ എഴുന്നേൽപ്പിക്കും. എന്നാൽ യോശുവയ്ക്ക് ശേഷം അടുത്തയാളെ എഴുന്നേൽക്കുന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ചോ? യോശുവയ്ക്ക് ശേഷം അതുപോലൊരു ലീഡർ വരുന്നില്ല. കാരണം ഇവരുടെ പ്രാർത്ഥനാ ജീവിതം തന്നെ തീർന്നുപോയി. കാരണം എല്ലാമായി. പാലായി, തേനായി, വീടായി, തോട്ടമായി, പുൽപ്പുറങ്ങളായി, മേച്ചിൽപ്പുറങ്ങളായി, ദേവാലയമായി. ശത്രുക്കളെല്ലാം ഒതുങ്ങി. പിന്നെ അവർക്ക് പ്രാർത്ഥനാ ജീവിതമില്ലാതെയായി. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ തെറ്റായി കാണണ്ട. അതെല്ലാം നമ്മെ സ്ഥിരപ്പെടുത്താനുള്ള, വിശ്വാസത്തിൽ തന്നെ ഇരിക്കാനുള്ള അവസരങ്ങളായിട്ട് അതിനെ കാണണം. ഇതാ മോശ കനാനിൽ എത്തിയില്ല. ഒരു വലിയ സങ്കടമാണത്. കാരണം കനാനിൽ ചെന്നിട്ട് യോശുവ ചെയ്യേണ്ടത് കൂടി മോശ ചെയ്യേണ്ടതായിരുന്നു വാസ്തവത്തിൽ. എന്നാൽ അവൻ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നു. പുറപ്പാട് 3 അത് പറയുന്നുണ്ട്. ദൈവം, നീ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകണം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആ ഒരു ലെവലൊന്നും മോശയുടെ അടുത്ത തലമുറയിലോട്ടും കണ്ടില്ല. മോശ ഒരു വലിയ ജാതിയായിട്ട് മാറിയുമില്ല. മോശ ഒരു വലിയ ഫാമിലിയായിട്ട് മാറിയില്ല. ലേവ്യ കുടുംബമാണ്. പൗരോഹിത്യം ഉണ്ടായിരുന്നു. അത് അഹരോന്റെ കുടുംബത്തിനാണത് കിട്ടിയത്. പിന്നെ മോശയുടെ കുടുംബത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു. നമ്മളതെല്ലാം ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ വേല ഇടക്ക് വെച്ച് മുറിഞ്ഞു പോകരുത്, എൻ്റെ ദൗത്യങ്ങൾ തീരരുത്, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ മുഴുവനും പദ്ധതി തീരാതെ എന്നെ പോകാൻ അനുവദിക്കരുത്. അതായത് എന്ന് നമ്മുടെ പണി തീരുമോ അന്നേ നമ്മുടെ പണി തീരാവൂ. ദൈവം നമ്മെ ഏൽപ്പിച്ച പണി മുഴുവനും തീരാതെ നമ്മുടെ പണി തീരരുത്. മോശയുടെ ജീവിതത്തിൽ ആ പൂർത്തീകരണത്തിൽ വന്നില്ല. ഏലിയാവ് ഈ ഭൂമിയിൽ നിന്ന് പോയി. ഹസയേലിനെ അഭിഷേകം ചെയ്യണം, യേഹൂവിനെ അഭിഷേകം ചെയ്യണം, ഏലീശയെ അഭിഷേകം ചെയ്യണം എന്നൊക്കെ ഏലിയാവിനോട് പറഞ്ഞിട്ട് ഏലിയാവ് ആകെ ഏലീശയെ മാത്രം അഭിഷേകം ചെയ്തുള്ളൂ. എന്തൊക്കെയോ ദൗത്യങ്ങൾ പൂർത്തിയാക്കാതെ പോയവരെ നമുക്ക് ബൈബിളിൽ കാണാം. എന്നാൽ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാ മണിക്കൂറിൻ്റെ ഓരോ മിനിറ്റ് ഏതെങ്കിലും ഒരു ഭാഗം കേൾക്കുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കുന്ന വാർത്തകൾ, പല സ്ത്രീകളെയും കൊന്ന് കുഴിച്ച് വീടിൻ്റെ അകത്ത് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റും ടൈലും ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് ജീവിക്കുന്ന ഒരു പേടിയും ഇല്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ. എന്തൊരു ഭീകരതയാണ്! അത്രയും ഭീകരതകൾ കൊണ്ട് നിറയുന്ന ഈ കാലത്ത് മനുഷ്യർ പ്രാർത്ഥനയുടെ പേര് പറഞ്ഞൊക്കെ ആൾക്കാരെ കൂട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതിൻ്റെയൊക്കെ കാലത്ത് നമുക്ക് വലിയ ദൗത്യമുണ്ട്. ജനങ്ങൾ വളരെയധികം രൂപാന്തരപ്പെടാൻ വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന ദേശത്തുനിന്ന് അനർത്ഥങ്ങൾ മാറണമേ, ഞങ്ങൾ പാർക്കുന്ന ദേശത്തുനിന്ന് അപകടങ്ങൾ മാറണമേ. 1 മിനിറ്റ് പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. 1 മിനിറ്റ് പ്രാർത്ഥന. ഇവിടെ മോശയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പൂർത്തീകരിക്കപ്പെടാൻ കഴിയാതെ പോയി.
എന്നാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം മോശയെ എഴുന്നേൽപ്പിച്ച് മറുരൂപ മലയിൽ കൊണ്ടുവന്ന് കാലുകുത്തിച്ച് വാഗ്ദത്തങ്ങൾ നിവർത്തിയാക്കി. ഒന്ന്, എൻ്റെ കർത്താവേ, എനിക്ക് നിന്റെ മുഖം കാണണമെന്ന് പറഞ്ഞു. മുഖം കാണണ്ട, പുറം കണ്ടാ മതി എന്ന് പറഞ്ഞ അതേ കർത്താവ് മനുഷ്യനായി വന്നിട്ട് മുഖം കാണിച്ചു കൊടുത്തു. അവന്റെ മുഖം സൂര്യനേക്കാൾ തേജസ്സുള്ളതായി മാറി. അങ്ങനെ കണ്ടാൽ മാത്രമേ മോശ വിശ്വസിക്കുള്ളൂ. പത്രോസും യാക്കോബ് യോഹന്നാനും ശിഷ്യന്മാരൊക്കെ കാണുന്ന പോലെ ഒരു ആശാരിപ്പണിക്കാരനെ മോനെ പോലെ കണ്ടാലൊന്നും മോശയുടെ കളി അടക്കൂല. കാരണം പുറം കണ്ടിട്ട് പേടിച്ചു പോയ ആളാ. പുകയുന്ന പർവ്വതവും ഇടിനാദവും അത്യുച്ചമുള്ള ശബ്ദവും ഇടിമുഴക്കവും കേട്ട് ജനങ്ങൾ പേടിച്ചു. അതിനകത്തോട്ട് കയറിയിറങ്ങി പരിചയമുള്ള മോശയ്ക്ക് സൂര്യനേക്കാൾ പ്രകാശമുള്ള മുഖമുള്ള യേശുവിനെ കണ്ടാൽ അവന്റെ വസ്ത്രം സൂര്യന്റെ തേജസ്സിനേക്കാൾ പ്രകാശത്തെക്കാൾ വെണ്മയുള്ളതായി. ഇങ്ങനെയൊക്കെ കണ്ടാലേ മോശയ്ക്ക് അംഗീകരിക്കാൻ പറ്റൂ. അതിൽ താഴെ മോശയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ല. ദൈവം അത് കാണിച്ചു കൊടുത്തു. 2, കനാനി കാലുകുത്തി, മറുമലയിൽ കാലുകുത്തിയൊക്കെയാണ് മോശ. ഏലിയാവും ഉണ്ട്. ഇവർ രണ്ടുപേരും പരിപാടികൾ പൂർത്തിയാക്കാത്ത ടീമാണ്. എങ്കിലും അവരെ അവിടെ കാലുകുത്തിച്ചു. ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ്? ഒന്ന്, മോശ ഈ ജനത്തെ മുഴുവനും പ്രവാചകന്മാരായി തീരാൻ കൊതിച്ച ഒരു മോശ, ജനങ്ങൾ മുഴുവനും അഭിഷിക്തരാകാൻ കൊതിച്ച മോശ. ആ മോശയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് യേശു വന്നപ്പോഴാണ്. അതുകൊണ്ട് യേശു വന്നപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ മോശയ്ക്ക് സമാധാനം. 1, അവന് ദൈവത്തിന്റെ മുഖം കാണാൻ പറ്റി. 2, കനാനി കാലുകുത്താൻ പറ്റി. 3, അവന്റെ സ്വപ്നമായിരുന്നു ദൈവജനം മുഴുവനും അഭിഷിക്തരായിരുന്നെങ്കിൽ, പ്രവാചകന്മാരായിരുന്നെങ്കിൽ. അതാണ് യേശു വന്നതോടുകൂടി, പെന്തക്കോസ് നാളോടുകൂടി എല്ലാവരും അഭിഷിക്തരായി മാറി. ആ 3 സ്വപ്നങ്ങൾ, അതായത് ശിമയോൻ പറയുന്നുണ്ട്, ആത്മനിയോഗത്തിൽ ആലയത്തിൽ ചെന്ന ശിമയോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട്, നാഥാ, എന്നെ ഇപ്പോൾ സമാധാനത്തോടെ അയച്ചാലും എൻ്റെ കണ്ണുകൊണ്ട് എനിക്കിതെല്ലാം കാണാൻ കഴിഞ്ഞല്ലോ. വാഗ്ദത്തങ്ങൾ നിവർത്തിയായല്ലോ. വാഗ്ദത്തങ്ങൾ നിവർത്തിയായാലാണ് ഒരാൾക്ക് സ്വസ്ഥതയുണ്ടാകുന്നത്. ഇപ്പോൾ മോശയ്ക്ക് സ്വസ്ഥതയായി. അവൻ കണക്കുകൂട്ടിയ കാര്യങ്ങളൊക്കെ യേശു ക്രിസ്തുവിലൂടെ. ഏലിയാവിന്റെ കാര്യം അതാണ്. സർവ്വജനത്തെയും ദൈവത്തിലേക്ക് തിരിക്കുക. അത് ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് കൊതിച്ചതാണ്. ഏലിയാവ് സകലരെയും തിരിച്ചെങ്കിലും പിറ്റേ ദിവസം മരിച്ചാ മതി എന്ന് പറയേണ്ടി വന്നു. അതുപോലെ വീണ്ടും ഇസബേൽ എഴുന്നേറ്റു. എന്നാൽ എന്നേക്കുമായി പിശാച് ഒതുങ്ങി ദൈവത്തിന്റെ ജനമായി ജനം തീരുന്ന ആ കാര്യം യേശു ക്രിസ്തു മുഖാന്തരമാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഏലിയാവിനും യേശുവിനെ കണ്ടപ്പോഴാണ് സംതൃപ്തിയായത്. ഞങ്ങളൊക്കെ കൊതിച്ച കാര്യം അങ്ങിലൂടെ നടന്നല്ലോ. അപ്പോൾ ഏലിയാവും മോശയും യേശുവും തമ്മിൽ സംഭാഷിച്ചത് മോശ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ, യേശു കുഞ്ഞെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പേടിക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടോ? ക്രൂശീകരണത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരണേ. ഇത് ചോദിക്കാനൊന്നുമല്ല, ഇത് പറയാനുമല്ല, ഇത് കേൾക്കാനുമല്ല. മോശയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനാണ് യേശു കർത്താവ് അവരെ വിളിച്ചത്. അടുത്ത ഏലിയാവ്, ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ പഠിപ്പിച്ചു തരാം. യേശു കുഞ്ഞെ, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് പോയത്, പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊന്നും പറയാനല്ല ഏലിയാവ് വന്നത്. ഏലിയാവിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ അവർക്കൊരു സ്വസ്ഥത യേശുവിനെ കണ്ടപ്പോഴായത്. അതുകൊണ്ടാണ് ഇത് ആർക്ക് വേണ്ടിയാണ് എഴുതിയത്? അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണെന്ന് പത്രോസൊക്കെ പറയുന്നത്. അതായത് ഈ എഴുതി വെച്ചതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു?
പഴയ നിയമത്തിൽ എഴുതിയത്. അത് അവർക്ക് വേണ്ടിയായിരുന്നില്ല, നമുക്ക് വേണ്ടിയാണ്. അവരുടെ കാലത്ത് അത് പൂർത്തിയായില്ലെങ്കിലും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് കഴിയാതെ പോയത്, ഏലിയാവിന് കഴിയാതെ പോയത് യേശു ക്രിസ്തുവിലൂടെ അത് നിറവേറ്റപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു 37:7 ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ ഇവൻ തന്നെ. എനിക്ക് കഴിയാത്തത് വേറെ ഒരുവൻ എഴുന്നേറ്റ് ചെയ്യും. ഏലിയാവിനും പറയാൻ അതേ ഉള്ളൂ. ഞങ്ങൾക്ക് കഴിയാത്തത് പൂർത്തിയാക്കുവാൻ ഒരുവൻ എഴുന്നേക്കും. മോശ മരിച്ചപ്പോൾ, ഏലിയാവ് മരിച്ചപ്പോൾ സകലത് നിവർത്തിയായെന്ന് പറഞ്ഞില്ല. എന്നാൽ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ടെറ്റലസ്റ്റായി സകല കടവും കൊടുത്തു തീർത്തു, അല്ലെങ്കിൽ സകലത് നിവർത്തിയായി. ഇനി ആരും കടക്കാരല്ല. ന്യായപ്രമാണത്തിൽ നിന്ന് വിലക്ക് വാങ്ങി, ന്യായപ്രമാണത്തിന്റെ കീഴെ നിന്ന് വിലക്ക് വാങ്ങി. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ സത്യത്തിൽ ജീവിക്കുവാൻ യേശു നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് തുടരാം. 7-ാം അധ്യായത്തിലൂടെ വീണ്ടും നടക്കാം. സ്തെഫാനോസിന്റെ പ്രസംഗത്തെ നമ്മൾ ഓരോ വാക്യമായിട്ട് ഇങ്ങനെ വിലയിരുത്തുകയാണ്. എത്ര ശക്തമാണ്, ശ്രേഷ്ഠമാണ് ഈ വാക്യങ്ങൾ, ഈ വരികൾ. നിങ്ങൾക്കും എനിക്കും വളരെ വളരെ പ്രയോജനപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടാതെ പോയത് ഇന്നതുണ്ടെന്ന് പറയാൻ ഒരിക്കലിടയാകാതെ ക്രിസ്തുവിലെല്ലാം നിവർത്തിയായി ഞങ്ങളിലും എല്ലാം നിവർത്തിയാകുമെന്നുള്ളൊരു വലിയ വിശ്വാസത്താൽ മോശയ്ക്കും ഏലിയാവിനും കഴിയാതെ പോയത് ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നിവർത്തിയായി, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാം നിവർത്തിയാകുമെന്നുള്ളൊരു ഉറപ്പ്. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഏലിയാവിനും മോശയ്ക്കും പറയാൻ കഴിയാത്തത് പൗലോസ് പറഞ്ഞല്ലോ. അതുപോലെ കാര്യങ്ങൾ അത്ഭുതകരമായി പൂർത്തീകരിക്കപ്പെടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാതെ പോകാൻ ഒരിക്കലിടയാകരുത്. എല്ലാം ഭംഗിയായി ചെയ്യുവാൻ കർത്താവിൻ്റെ കൈകളിൽ ഞങ്ങളെ സമർപ്പിക്കും. സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ഈ വീടുകൾ നിറയട്ടെ. ഇന്ന് പോകുന്നിടത്തെല്ലാം അതിശയങ്ങൾ കാണട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. അതങ്ങനെ തന്നെയാണ്, വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.